മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ സർക്കാർ ഒരുക്കുന്ന 178 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. എല്ലാ സേവന കണക്ഷനുകളും ഉൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാണ് വീടുകൾ ഇന്ന് കിഫ്കോണിന് അന്തിമ പരിശോധനയ്ക്കായി കൈമാറുന്നത്. ഇതിനകം 102 വീടുകൾ പൂർണ്ണമായും വാസയോഗ്യമാക്കി കിഫ്കോണിന് കൈമാറിയിരുന്നു. ശേഷിക്കുന്ന 38 വീടുകൾ ഇന്ന് കൈമാറുമെന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അധികൃതർ അറിയിച്ചു. ഇവയിൽ അവസാനഘട്ട മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ്. ദീപക് മോഹൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അനിശ്ചിതത്വവും ചില ആശങ്കയും ഒക്കെ നിലനിന്നിരുന്നെങ്കിലും അതൊക്കെ പൂർണ്ണമായി മാറുകയാണ്. അവരുടെ അതിജീവനത്തിന്റെ പാതയിൽ അവർക്കിതാ വീടുകൾ ലഭ്യമാകാൻ പോകുന്നു. ഇനി മഴയ്ക്ക് മുമ്പ്, മഴ കനക്കുന്നതിന് മുമ്പ് കയറി താമസിക്കാൻ കഴിയും. ദീപക് മോഹൻ. റീജിത്തെ കീർത്തന ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഘട്ടം മുതൽ തന്നെ അവർ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കേണ്ടതാണ്. എന്നാൽ ഇടയ്ക്ക് ചില വിവാദങ്ങളൊക്കെ വന്നു, വിള്ളൽ വിവാദങ്ങളൊക്കെ വന്നു, വീടുകളിൽ വിള്ളലുണ്ടായി, ചോർച്ചയുണ്ടായി. എന്നാൽ പിന്നീട് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയും ഒപ്പം കിഫ്കോണും എല്ലാ സുരക്ഷാ പരിശോധനകളും നടത്തി നിർമ്മാണത്തിൽ അപാകതയില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൈമാറുക എന്നറിയിച്ചു. അതിൽ പ്രകാരം 3 ഘട്ടമായുള്ള പരിശോധന, അതായത് ആദ്യഘട്ടത്തിൽ ഊരാളുങ്കലിന്റെ പരിശോധന, അതിനുശേഷം കിഫ്കോണിന്റെ പരിശോധന, മൂന്നാമതായി ഗുണഭോക്താവിനെയും ചേർത്ത എല്ലാ തരത്തിലുമുള്ള പരിശോധനകൾ നടത്തി എന്തെങ്കിലും നിർമ്മാണത്തിൽ അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഗുണഭോക്താവിന് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് വീടുകൾ കൈമാറുക എന്നൊരു കാര്യമായിരുന്നു ആദ്യം സർക്കാർ മുന്നോട്ട് വെച്ചത്. അതിൻ പ്രകാരമാണ് 178 വീടുകൾ, അതായത് ഫേസ് 1 ഉൾപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട 178 ഗുണഭോക്താക്കൾക്ക് വീടുകൾ ആദ്യഘട്ടത്തിൽ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകളുടെ ഉദ്ഘാടനം നടത്തിയത്. ആ 178 വീടുകളുടെ 140 വീടുകളാണ് ഇന്നിപ്പോൾ കിഫ്കോണിന് അന്തിമ പരിശോധനയ്ക്കായി കൈമാറുക. എല്ലാ വീടുകളിലേക്കുമുള്ള വൈദ്യുതി, ഒപ്പം സീവേജ് ട്രീറ്റ്മെന്റ്, അതായത് ശൗചാലയ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതുമായി ബന്ധപ്പെട്ട STP സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ, അതുപോലെ തന്നെ ഈ വീടുകളിലേക്കുള്ള വൈദ്യുതി, അതെല്ലാം ഇത്തരത്തിൽ UG കേബിൾ, അണ്ടർഗ്രൗണ്ട് കേബിൾ വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ നിർമ്മാണ പ്രവൃത്തിയും പൂർത്തിയായി. മാത്രമല്ല വീടുകളിലേക്കുള്ള ഇന്റീരിയറിന്റെ വാർഡ്രോബ്, അതുപോലെ തന്നെ മറ്റുള്ള സേവനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി പണി തീർന്നു എന്നുള്ളതാണ് ഊരാളുങ്കൽ വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്തിമ പരിശോധനയ്ക്കായാണ് ഇന്ന് വീടുകൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി കിഫ്കോണിന് കൈമാറുന്നത്. ഫലത്തിൽ ഈ വീടുകൾ ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുവാൻ ആയിട്ടില്ല. ഇന്നിപ്പോൾ 2 ക്ലസ്റ്ററുകളിലായി 19 വീടുകളാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറുമെന്ന് നേരത്തെ ഊരാളുങ്കൽ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 7 വീടുകൾ കൈമാറിയിരുന്നു. ഈ 178 വീടുകളിൽ 7 വീടുകളാണ് കൈമാറിയത്. ഇന്ന് 2 ക്ലസ്റ്ററുകളിലായി 19 വീടുകൾ കൂടി ഗുണഭോക്താക്കൾക്ക് ഫലത്തിൽ കൈമാറും എന്നാണ് ഊരാളുങ്കൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മഴയ്ക്ക് മുൻപേ, അതായത് മെയ് ആദ്യ വാരത്തിനുള്ളിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് 178 വീടുകളും കൈമാറും എന്നുള്ള തീരുമാനത്തിലാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഇപ്പോൾ ഉള്ളത്. അതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഗുണഭോക്താക്കളായിട്ടുള്ള ദുരന്ത ബാധിതരും. റീജിത്ത, കീർത്തന. ശരി, ദീപക് മോഹൻ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. സർക്കാർ ടൗൺഷിപ്പിന്റെ പണി പൂർത്തിയാവുകയാണ്. അത് അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. പണികളൊക്കെ പൂർത്തിയായി അതിന്റെ അന്തിമ പരിശോധന എന്ന നിലയിൽ കിഫ്കോണിന്റെ പരിശോധനയൊക്കെ നടക്കാൻ പോകുന്നു. ദീപക് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.